ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിട്ടുണ്ട്. 305 പോയിന്റുകളാണ് നെക്സ്റ്റ് ടീം നേടിയത്. ജാസ്മിൻ, സിജോ, ശ്രീരേഖ എന്നിവരുടെ ടീം 305 പോയിന്റുകൾ കിട്ടി. 485 പോയിന്റുകളാണ് ഡെൻ ടീം നേടിയത്. അങ്ങനെ അവരാണ് ഈ ഒരു ടാസ്ക് ജയിച്ചത്. ഡെൻ ടീമാണ് അടുത്ത ചാലഞ്ചിൽ പവർ ടീമിനെതിരായിട്ട് മത്സരിക്കാൻ പോകുന്നത്. ലൈവിൽ കുറെ നേരമായിട്ട് സാബുവും ശ്വേതയും അവിടെ വന്നപ്പോൾ മുതലുള്ള അവരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഓരോ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായവും അവരുടെ ഡ്യൂട്ടിയും പിന്നെ ഓണേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒക്കെ ആയിരുന്നു. അതിൽ സാബു ടണലിന്റെ കയ്യിൽ നിന്ന് പോയിന്റ് ഒക്കെ തിരിച്ചു മേടിക്കുന്നുണ്ട്. എല്ലാ പോയിന്റും മൊത്തത്തോടെ മേടിക്കുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു മേടിക്കേണ്ടവർക്ക് മേടിക്കാമെന്ന്. പിന്നെ രണ്ടുപേരും നെസ്റ്റിനെയും ഡെന്നിനെയും പൊക്കി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം അവരുടെ കാര്യങ്ങൾ ഒരു കുറവും വരുത്താൻ നോക്കിയ രണ്ട് ടീമുകളാണ് നെസ്റ്റും ഡെന്നും. അതുപോലെ ഓണേഴ്സിന് കുറെ കൂടി ഫ്രണ്ട്ലി ആവാമായിരുന്നു. ഒത്തിരി സ്ട്രിക്റ്റ് ആയി പോയി, ഒത്തിരി പ്രഷർ എടുത്തു, സ്ട്രെസ് എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ശ്വേതയും സാബുവും. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടാസ്ക് അവസാനിച്ചതായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിച്ചത്. ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവരുടെ ടീമാണ് മൂന്നാമത്തെ ചാലഞ്ചിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. പിന്നെ ഡയമണ്ടിന്റെ കാര്യവും ബിഗ് ബോസ് പറയുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് അടിച്ചു മാറ്റാനുള്ള അവസരം ഇനിയും ഉണ്ട് എന്ന് പുള്ളി എടുത്തു പറയുന്നുണ്ട് കേട്ടോ. തസ്കര വീരന്മാർ കരുതിയിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ടണൽ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് അവസാനിച്ചു എന്ന് കരുതി ഗസ്റ്റുകൾ ഇപ്പൊ തന്നെ പെട്ടിയും കിടക്കി എടുത്ത് പോകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. പോകുന്നത് വരെ ഇവരുടെ കാര്യങ്ങൾ നോക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് പൊളിച്ചടുക്കി. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. നമ്മുടെ ജിൻഡോയുടെ ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ജിൻഡോയുടെ വിന്നിംഗ് സ്ട്രീക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.